ഇന്ന് ഞാൻ ഈ കാണിക്കുന്നത് പിണ്ടിപ്പെരുന്നാളിൽ ഞാൻ ഉണ്ടാക്കിയ ഫ്ലവേഴ്സാണ്. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഫ്ലവേഴ്സാണ്. പക്ഷേ ഇതിന് ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ്. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കിത് അളവെടുത്ത് മുറിക്കേണ്ട ബുദ്ധിമുട്ടില്ല. സാധാരണ ചൈന പേപ്പർ എടുക്കുമ്പോൾ നമ്മളത് അളന്ന് മുറിച്ച് അതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ എടുക്കാനും മുറിക്കാനും ഒക്കെ കുറേ സമയം പോകും. ഇത് ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മളത് നിവർത്തി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള കൃത്യമായിട്ടുള്ളൊരളവ് കിട്ടുകയാണ്. പിന്നെ അതിനെ മടക്കിയെടുത്താൽ മാത്രം മതിയാകും. അപ്പം ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മളതിനെ ഒരേപോലെ അപ്പുറം ഇപ്പുറമായിട്ട് മടക്കിയെടുക്കുകയാണ്. ഈ ഒരു രീതിക്ക് നമുക്ക് മടക്കിയെടുക്കാം. നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് ഒരു നൂല് വേണം, കത്രിക വേണം അത് മുറിക്കാനായിട്ടുള്ളത്. അത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഒരു ചെറിയ കമ്പിയിലാണ് നമ്മളത് കെട്ടിയെടുക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിനെ മടക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മളതിനെ നടുക്ക് ഒരു കമ്പി വെച്ചിട്ട് കെട്ടുകയാണ്. ഈ രീതിയിൽ നടുക്ക് നമ്മളൊരു കമ്പി കൊണ്ട് ഒരു കെട്ട് കൊടുക്കുന്നു. അതിനുശേഷം രണ്ടറ്റവും നമ്മൾ പെറ്റൽസിൻ്റെ ആകൃതിയിൽ സിസേഴ്സ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അത് സാവധാനം, വളരെ സാവധാനം അത് നിവർത്തിയെടുക്കണം. വളരെ സാവധാനം നിവർത്തണം എന്ന് പറഞ്ഞത്, ഇത് ടിഷ്യൂ പേപ്പറാണ്, വളരെ കനം കുറഞ്ഞ പേപ്പറാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാവധാനം വളരെ ക്ഷമയോടുകൂടി തന്നെ അത് നിവർത്തിയെടുക്കുക. വളരെ ക്ഷമ ആവശ്യമുള്ളൊരു കാര്യമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഡെക്കറേഷൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടുണ്ട് ഉപകാരം. നമുക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്നു, മനസ്സിന് ശാന്തതയും ലഭിക്കുന്നു. സാധാരണ
ഇങ്ങനെയുള്ളൊരു ചൈന പേപ്പർ വെച്ചിട്ടുള്ള ഫ്ലവർ ചെയ്തെടുക്കണമെങ്കിൽ ഒത്തിരി സമയം എടുക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഞാനൊരു 50 പൂക്കൾ വെറും 1-1.5 മണിക്കൂർ കൊണ്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്ലവർ ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ഡാലിയ പൂവിൻ്റെ ഒരു ആകൃതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നടുക്കിലൊരു മഞ്ഞ നിറത്തിലൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഡാലിയ പൂവായിട്ട് മാറും. അതിനെ തന്നെ ഒരു കാർണിഷ് ഫ്ലവറായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം ഒന്ന് ചേർത്ത് കെട്ടിയാൽ മതി. അപ്പോൾ ഒരു ടെക്നിക്ക് തന്നെ യൂസ് ചെയ്തിട്ട് 2 തരം ഫ്ലവേഴ്സാക്കി നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം. ഒന്ന് ഡാലിയ പൂവിൻ്റെ പോലെയും രണ്ടാമത്തത് കാർണിഷ് ഫ്ലവറിൻ്റെ ഒരു ആകൃതിയിലും നമുക്കതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സമയമുള്ളവർക്ക് അതിനെ ഇങ്ങനെ ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു കാർണിഷ് ഫ്ലവറിൻ്റെ ഒരു രീതിയിലേക്ക് മാറും. അതിൻ്റെ അടിയിലൊരു പച്ച ടേപ്പ് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലവർ വേസിലൊക്കെ വെക്കാവുന്ന ഒരു ഡെക്കറേഷനായിട്ട് മാറും. താങ്ക് യു സോ മച്ച്.